ചുറ്റുപാത്രം കുക്കിംഗ് ബ്ലോഗിലേക്ക് സ്വാഗതം. നമ്മളിന്നുണ്ടല്ലോ ഒരു ഡയറ്റ് ചെയ്യുന്ന സമയത്ത് കഴിക്കാൻ പറ്റുന്ന ഒരു ഭക്ഷണമാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. പക്ഷെ ഇത് ഡയറ്റ് ചെയ്യുന്നവർക്ക് മാത്രമല്ല, എല്ലാവർക്കും ഡിന്നറിന് ഇത് നല്ല ഒരു പെട്ടെന്ന് ഡൈജഷൻ നടക്കുകയും നമുക്കൊരു ലൈറ്റായിട്ടൊരു ഫുഡ് കഴിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഉണ്ടാക്കി കഴിക്കാം. ഇതെൻ്റെ ചെറുപ്പത്തിൽ എൻ്റെ ആൻറ്റിമാർ ഉണ്ടാക്കിയിരുന്ന ഒരു ഡിഷാണ്. അതിൽ നിന്ന് കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടാണ് ചെയ്യണത്. അവർ ജസ്റ്റ് വെറുതെ റവ കുറുക്കിയാണ് കഴിക്കാറ്, നാളികേരം ചിരക്കിയിട്ടിട്ട്. പക്ഷെ ഞാൻ അതിനകത്തേക്ക് കുറച്ച് ടേസ്റ്റിന് വേണ്ടിയിട്ട് നമുക്ക് ഉപ്പോ പഞ്ചസാരയോ അല്ലെങ്കിൽ ശർക്കര, ഞാനിപ്പോൾ ഇവിടെ ശർക്കരയാണ് യൂസ് ചെയ്യണത് കുറച്ച് മധുരത്തിന് വേണ്ടിയിട്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉപ്പ് ഇട്ടിട്ടും ഇത് ഉണ്ടാക്കി കഴിക്കാം കേട്ടോ. പിന്നെ കുറച്ച് കാഷ്യൂനട്ടും കിസ്മസൊക്കെ ചേർക്കുന്നുണ്ട്. ഇതൊന്നും ഇല്ലാണ്ട് വെറുതെ നാളികേരം ഇട്ട് ഇതിനെ കുറുക്കി എടുത്തിട്ട് ഉപ്പിട്ടിട്ടും കഴിക്കാം. അത് ഒരു വളരെ ലൈറ്റായിട്ടുള്ളൊരു ഫുഡാണ്. അപ്പോൾ ഡിന്നറിന് പറ്റിയൊരു ഫുഡും കൂടിയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യണമെന്ന് നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു 3 ടേബിൾ സ്പൂൺ റവയാണ് ഞാൻ എടുത്ത് വെച്ചത്. ഇത് വറുത്ത റവ തന്നെയാണ്. ഇതിനകത്തേക്ക് ഞാൻ ഒരു 1/2 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. തിളപ്പിച്ചതോ തിളപ്പിക്കാത്തതോ ഏത് വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കാം. പാൽ ഇല്ലയെന്ന് അല്ലെങ്കിൽ വേണ്ടാന്നുള്ളൊരു പാൽ ഒഴിക്കേണ്ട, അതിന് പകരം വെള്ളം തന്നെ ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ 3 ടേബിൾ സ്പൂൺ റവ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരാൾക്ക് കഴിക്കാനുള്ള ഇതാവും. പിന്നെ ഇതിനകത്തേക്ക് ഞാനൊരു 1.5 കപ്പ് വെള്ളം, ശരിക്കും 2 കപ്പാണ് മൊത്തം വേണ്ടത്. അപ്പോൾ 1/2 കപ്പ് പാലും 1.5 കപ്പ് വെള്ളവും ചേർത്തിട്ട് 2 കപ്പ് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്ത്, അത് മീൻസ് പാലും വെള്ളം കൂടി ചേർത്തിട്ട് 2 കപ്പ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് ഞാൻ കുറച്ച് കാഷ്യൂവിനും പിന്നെ കിസ്മസ് നന്നായിട്ട് കഴുകി എടുക്കണം, അല്ലെങ്കിൽ അതിനകത്ത് അഴുക്കും പൊടിയൊക്കെ ഉണ്ടാവും. അതും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇതിനൊന്ന് കുറുക്കിയെടുക്കണം. അപ്പോൾ കൈ എടുക്കാണ്ട് പെട്ടെന്ന് തന്നെ ആവും, ഇത് കൈ എടുക്കാണ്ട് ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ അടുക്കി പിടിക്കും കേട്ടോ. അപ്പോൾ അതിനെ തീ കത്തിച്ച് ഒന്ന് കുറുക്കിയെടുക്കാം. ഇതാ തിളച്ച് ഒരുവിധം റവ ഇങ്ങനെ വെന്ത് വന്നിട്ടുണ്ട്. റവ വറുത്ത റവ തന്നെയാണ്, അപ്പോൾ പെട്ടെന്ന് ആവുകയും ചെയ്യും. അതിനകത്തേക്ക് ഞാനൊരു 1/4 കപ്പ് നാളികേരം, ഇപ്പോൾ ഇത്രയും കുറവ് എടുത്തതുകൊണ്ടാണ് നാളികേരത്തിൻ്റെ അളവ് അതനുസരിച്ച് കുറച്ചാണ് കേട്ടോ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 1/2 കപ്പ് വരെ നാളികേരം ചേർത്ത് കൊടുക്കാം, ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അതുകൂടി ചേർത്ത്. അപ്പോൾ നാളികേരം അതിനകത്ത് കിടന്ന് വേവുകയും ചെയ്യും. ഇനി നമുക്ക് ഇതിനൊന്നും കൂടി ഒന്ന് കുറുക്കിയെടുക്കാം. റവ കുറുക്കിയത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ മിക്കവാറും എനിക്ക് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ഉണ്ടാക്കാനായിട്ട് മടിയുള്ള ദിവസം ഇതാണ് ഞാൻ രാത്രിയിലേക്ക് കഴിക്കാറ്. കാരണം ഇതാകുമ്പോൾ പെട്ടെന്ന് നമുക്കിത് ആക്കി കിട്ടും, 5 മിനിറ്റിനുള്ളിൽ തന്നെ റെഡിയായി കിട്ടും കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ റവ കുറുക്കിയത്. ഇതിനി തണുക്കുമ്പോഴേക്കും ഒന്നും കൂടി ഇന്ന് കുറുകൂട്ടും. അപ്പോൾ ഈ ഒരു പരുവത്തിൽ ഇറക്കി വെച്ചാലാണ് ഇതും ഒന്നും കൂടി കട്ടിയായിട്ട് ഇത് കിട്ടുള്ളൂ. അപ്പോൾ ഞാൻ എങ്ങനെ നമുക്ക് കുടിക്കാൻ ഇഷ്ടം എന്ന് വെച്ചാൽ അത് ആ രീതിയിൽ തന്നെ ആക്കിയെടുത്താൽ മതി. അപ്പോൾ ഇത് ഇരുന്നൊന്നും കൂടി കുറുകും. ഇനി ഇതിന് ലൂസായിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടിയും, അപ്പോൾ 2 എന്നുള്ളതൊരു 2.5 കപ്പ് വെള്ളം ചേർത്തിട്ട് ലൂസാക്കി എടുത്താൽ മതി. അപ്പോൾ പാലോ വെള്ളമോ ഏത് വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഡയറ്റ് ചെയ്യണവർക്കും ലൈറ്റ് ഫുഡ് വേണമെന്ന് ആഗ്രഹിക്കുന്നവരും ഡിന്നറിന് റീപ്ലേസ് ആയിട്ട് കഴിക്കാൻ പറ്റിയ എളുപ്പ പണിയാണത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പണ്ടത്തെ ഞങ്ങളുടെ നാട്ടിലുള്ള ഒട്ടുമിക്ക വയസ്സായ ആളുകളും രാത്രിയിലേക്ക് ഇങ്ങനെ കഴിക്കണ ഒരു സാധനം റവ കുറുക്കി. ഇത് പല്ലില്ലാത്തതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് ഇങ്ങനെ കോരി വായിലേക്ക് ഇട്ട് ഞങ്ങൾ ഇറങ്ങിപ്പോക്കോളുമല്ലോ, അതായിരുന്നു അവരുടെ ഒരു ട്രിക്ക്. പക്ഷേ അത് ഒരു ഹെൽത്തി ഫുഡ് തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. പുതിയ വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും ഒരു നല്ല ദിനം. നന്ദി, നമസ്കാരം.